സഭാവാസികൾക്ക് എല്ലാവർക്കും. ഇവിടെ സാറ് പറഞ്ഞത് സാധാരണ നമ്മൾ എന്താ വരികയെന്ന് വെച്ചാൽ നമ്മുടെ ഇഫ് ദ വേസ്റ്റ് ഗോസ് ഫ്രം അവർ ഡോർ സ്റ്റെപ്സ്, നമ്മൾ ഇവിടുന്ന് അടിച്ചു വാരി കൂട്ടി അപ്പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊരു തോന്നലാണ്. അങ്ങനെയല്ല, ഈ വായുവും വെള്ളവും ഭൂമിയും എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണത് എവിടെ ചെയ്താലും എല്ലാവർക്കും ബാധ്യസ്ഥമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കാളിദാസനും കാലാവസ്ഥാ വ്യതിയാനവും. ചിന്തിക്കാം, ഈ കാളിദാസനും കാലാവസ്ഥാ വ്യതിയാനവും ആയിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് പലരും എന്നോട് ചോദിക്കുകയും ചെയ്തു. സഞ്ചാരിണി ദീപശിഖേവരാത്രവും യമ്യം വ്യതീയായ പതിംവരായ ഒരു നരേന്ദ്രമാർഗാട്ട ഇവ പ്രഭേദ. ഓരോ രാജാക്കന്മാരും, അതായത് ഉപമാ കാളിദാസസ്യ എന്ന് പറയും. കാളിദാസന് ഉപമിച്ച പോലെ ലോകത്ത് ഒരാൾ ഉപമിച്ചിട്ടില്ല. കാവ്യങ്ങൾ എഴുതിയത് മഹത്തായി, അതുകൊണ്ട് അതിനെ മഹാകാവ്യങ്ങൾ എന്ന് പറയുന്നു. യമ്യം വ്യതീയായ പതിംവരായ വിവർണഭാവം സസഭൂമിപാലക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സഞ്ചാരിണി ഒരു ദീപശിഖയും പിടിച്ച് രണ്ട് സൈഡിലും മാൻഷൻസ് ആണ്, വലിയ വലിയ കൊട്ടാരങ്ങളാണ്. ആ കൊട്ടാരങ്ങളിലൂടെ അതിന്റെ നടുക്കിലൂടെ നടന്നു പോകുമ്പോൾ ഒരു രാത്രി ഓരോ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തുമ്പോഴും ഈ ദീപശിഖ ആ കൊട്ടാരത്തിന്റെ പ്രഭ കാണിക്കും. അതുപോലെയായിരുന്നു സ്വയംവരത്തിന് മാളവിക മുമ്പോട്ട് നീങ്ങുമ്പോൾ. അന്ന് രാജകുമാരിമാർ അങ്ങനെയാണ്, സ്വയംവരത്തിന് ഇങ്ങനെ ഓരോ രാജകന്മാരെ രണ്ട് സൈഡ് നിരന്നിരിക്കുമ്പോൾ അവർ മാലയും പിടിച്ചു പോകുമ്പോൾ ഓരോ രാജാവിലേക്കും അവരെടുത്തെത്തുമ്പോൾ എന്നെ കല്യാണം കഴിക്കുമായിരിക്കും. അപ്പൊ ആ ഒരു പ്രകാശം ഉണ്ട് അവരുടെ. അവര് കണ്ടിട്ട് കടന്നു കഴിയുമ്പോ യമ്യം വ്യതിയായ പതിംവരായ വിവർണഭാവം സസഭൂമിമാല. എങ്ങനെയാണോ ആ ഒരു വലിയ ബിൽഡിംഗ് കറുത്തിരുണ്ട് പോകുന്നത്, അത്തരത്തില് രാജാക്കന്മാരുടെ മുഖം വിവർണഭാവമായി പോകും. അപ്പൊ അത്രയും ഉപമയാണ്. അപ്പൊ കാളിദാസനെ പറ്റി പറയുകയാണെങ്കിൽ പുരാകവീനാം ഗണനാ പ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ. വിരലെണ്ണ സംസ്കൃതത്തില് ഈ ഒന്നാമത്തെ വിരലിന്റെ പേര് കനിഷ്ഠിക. കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്നാമത് നിൽക്കുന്നത് കാളിദാസനാണ്. അദ്ദേഹത്തിനെ കഴിഞ്ഞിട്ട് ഒരാളില്ല. അധ്യേത തതുല്യ കവേരഭാവാത് അനാമിക സാർത്ഥക നാമധേയം. ഇപ്പൊ രണ്ടാമത് ആരാ എന്ന് പറഞ്ഞ് എണ്ണു എന്ന് രാജാക്കന്മാര് പറഞ്ഞപ്പോ രണ്ടാമത്തെ വിരലിന്റെ പേര് അനാമിക എന്നാണ്. രണ്ടാമത് കാളിദാസന്റെ അത്രയും അടുത്ത് നിൽക്കാൻ പറ്റിയ ഒരാളും ഇല്ല. അപ്പൊ രണ്ടാമത്തെ വിരലിന്റെ പേര് സാർത്ഥവതീ ബഭൂവ എന്ന് പറയണേ. അത് അർത്ഥവത്തായി. ഞാൻ പറയുന്നത് രണ്ടാമത്തെ അനാമിക. പേരില്ല. അപ്പോ അത്രയ്ക്ക് ഗംഭീരനായ ഒരു മഹാനായ കവിയാണ് കാളിദാസൻ. അദ്ദേഹത്തിന്റെ ഏത് കാവ്യങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അതിലെല്ലാം തന്നെ നമുക്ക് പരിസ്ഥിതി കാണാം. അപ്പൊ ഇവിടെ പരിസ്ഥിതി എന്ന് പറയുന്നത് പരിസ്ഥിതി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും. ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. പലപ്പോഴും എന്നെ പാരന്റ്സ് കളിയാക്കാറുമുണ്ട്. പഠിപ്പിക്കാൻ എന്നെ ഇപ്പോഴും രാജേഷിനെ സ്റ്റാഫ് റൂമിലൊന്നും നോക്കണ്ട, ആ പറമ്പിലോ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ ഇവർക്ക് ചെടികളുടെ ഇടയിലൊക്കെ കാണും, സ്റ്റാഫ് റൂമിൽ കാണില്ല. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഒരു ടീച്ചർ, ഒരു ഫിസിക്സിലെ ടീച്ചർ റഡാർ വെച്ച് വിടണം, കണ്ടുപിടിക്കാൻ പറ്റില്ല എവിടെയാന്ന്. ഇപ്പൊ നോക്കിയാലും ചെടികളുടെ ഇടയിലാണ്. ഒരുപക്ഷെ നമ്മളുടെ ചെയ്തികൾ കൊണ്ട് കുട്ടികൾ അത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊരു ധാരണയുണ്ട് പ്രകൃതിയും കാളിദാസനും. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വിഷയവും അത് തന്നെയാണ്. കാളിദാസൻ എങ്ങനെ പ്രകൃതിയുമായി നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇവിടെ ഈ പ്രബന്ധത്തില് നമ്മള് ഒരു ഏതാണ്ട് ഒരു 40 മിനിറ്റ് അതിന് മുമ്പ് തീർക്കാൻ നോക്കാം. ഇതില് മേഘദൂതം, കാളിദാസന്റെ മേഘദൂതം ഇന്ന് വന്നാൽ എങ്ങനെ, മേഘം ദൂതനല്ലാതായപ്പോൾ. അപ്പൊ ശാകുന്തളമുണ്ട്, മേഘദൂതമുണ്ട്, ഋതുസംഹാരമുണ്ട്. ഇങ്ങനെ 3-4 കാവ്യങ്ങളെ എടുത്തുകൊണ്ട് അതിനെ അധികരിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ മേഘം ഇന്ന് ദൂതനല്ലാതായാൽ എന്തായിരിക്കും അവസ്ഥ? മേഘം ദൂതനായിരുന്ന ഒരു കാലമുണ്ട്. കാളിദാസന്റെ പ്രകൃതി, അതായത് ഋതുസംഹാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും 6 ഋതുക്കളെ കുറിച്ച് വർണ്ണിച്ചിട്ട് ഋതുക്കൾ ആഘോഷിക്കുന്ന ആളായിരുന്നു കാളിദാസൻ, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ. ശാകുന്തളം അതിന്റെയൊക്കെ 3 പ്രധാന സവിശേഷതകളിലൂടെ നമ്മൾ കടന്നു പോകും. ഇന്നത്തെ കാലാവസ്ഥ യാഥാർത്ഥ്യം എന്താണ്, അതായത് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ, കിണറുകൾ വറ്റുന്നു, മാറുന്ന ഋതുക്കള്, ഇതിനെ കുറെ ഡാറ്റകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി കാളിദാസനും കാലാവസ്ഥാ വ്യതിയാനവും ഒരു താരതമ്യ പഠനം. ഏതിലൂടെ? ഈ മേഘം, ഋതു, നദി, വനം എന്നൊക്കെ പറഞ്ഞ്
ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. ഇതിലൂടെ നമുക്ക് എങ്ങനെ കാളിദാസനിലേക്ക് അല്ലെങ്കിൽ കാളിദാസൻ പറഞ്ഞ പ്രകൃതിയിലേക്ക് എത്താം? ഇതിന്റെ ആ ഒരു കൺക്ലൂഷനായിട്ട് മോഡേൺ മേഘദൂതം അല്ലെങ്കിൽ മോഡേൺ കാളിദാസൻ ഇന്ന് വന്നാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കാളിദാസൻ ഇന്ന് ഈ പറഞ്ഞ രചനകളെല്ലാം ചെയ്താൽ അവ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. AD 5-ാം നൂറ്റാണ്ടില് മഹാകവി കാളിദാസൻ ഒരു യക്ഷനെ കൊണ്ട് പറയിച്ചതാണ്, മേഘമേ നീ എന്റെ ദൂതനാകുക, എന്റെ പ്രിയതമയ്ക്ക് ഈ സന്ദേശം എത്തിക്കുക. ഈ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ റിലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. മേഘദൂതം എന്ന ആ കാവ്യത്തിൽ മേഘം വെറുമൊരു നീരാവിയായിരുന്നില്ല, അതൊരു വഴികാട്ടിയാണ്, സന്ദേശവാഹകനാണ്, വികാരമുള്ളൊരു സുഹൃത്തായിട്ടാണ് നമ്മൾ കാണുന്നത് മേഘത്തിനെ. പക്ഷേ സുഹൃത്തുക്കളെ, ആ മേഘം ഇന്ന് 2006 അല്ലെങ്കിൽ 2026 ബാംഗ്ലൂരിലോ ഡൽഹിയിലോ വന്നിറങ്ങിയാൽ എന്ത് സംഭവിക്കും? എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI 300, കറുത്ത പുക, ആസിഡ് മഴയുടെ ഭീഷണി. ആസിഡ് മഴ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഋതുഭേദങ്ങൾ വരുമ്പോൾ ഈ മഴ ആദ്യമായിട്ട് പെയ്യുമ്പോൾ അത് നമ്മൾ പറയും ഒടിച്ചു കുത്തിയാൽ മതി, ചെടികളൊക്കെ നല്ലോണം ഭംഗിയിൽ വളരും, അവിടെ കുറച്ച് ആസിഡ് റെയിനാണ് ആദ്യം വരുന്നത്, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ആസിഡ് മഴ ഒരു ഭീഷണിയാണ്. ആ മേഘം ദൂതനാകില്ല, കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുകയുള്ളൂ. ഇനി അഥവാ ആ മേഘത്തിന് വരണമെന്നുണ്ടെങ്കിൽ അവ വിഷം കലർന്ന താഴെ വീണ് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് കുട്ടികളുടെ ശ്വാസകോശത്തിൽ കയറുമെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ്. മേഘം ദൂതനല്ലാതായപ്പോൾ കാലാവസ്ഥ വ്യതിയാനം എന്ന മഹാവിപത്ത് കാളിദാസൻ കണ്ട പ്രകൃതിയെ എങ്ങനെ മാറ്റിമറിച്ചു? ആ പഴയ കവിയുടെ കാഴ്ചപ്പാട് നമുക്ക് എന്ത് വഴികാട്ടിയാകും? അതിനെ കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. കാളിദാസനെ മനസ്സിലാക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാനാവില്ല. അദ്ദേഹത്തിന്റെ കൃതികളെ പ്രകൃതിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃതികളാണ് അദ്ദേഹത്തിന്റെ. പ്രകൃതി ആ കൃതികളിലെല്ലാം തന്നെ സജീവ കഥാപാത്രങ്ങളാണെന്നാണ് പറയുന്നത്. അഭിജ്ഞാന ശാകുന്തളത്തിൽ തന്നെ നമുക്ക് എടുത്തു നോക്കാം. ശകുന്തള ദുഷ്യന്തന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ, അച്ഛൻ പറഞ്ഞയക്കാൻ പോകുമ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹമുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങള് അതാണ് ഏറ്റവും ഹൃദയസ്പർശിയായിരിക്കുന്നത്. അവിടെ ആ ശകുന്തളയുടെ ഗ്രീൻ കവർ, അതായത് ആ ഹെർമിറ്റേജ് വളരെയധികം ഗ്രീൻ കവർ. ഇന്ന് നമ്മൾ പറയുന്ന ഗ്രീൻ കവർ പോലെയല്ല, ഓരോ പർണശാലകളും ഗ്രീൻ കവറുകളായിരുന്നു. അവിടുന്ന് പറഞ്ഞയക്കുമ്പോൾ അവിടെയുള്ള മുല്ലവള്ളി പൂ പൊഴിച്ചിടുന്നു, മാനുകൾ കരയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മയിലുകൾ നൃത്തം ചവിട്ടി ഒരു സൈഡിലേക്ക് നിൽക്കുന്നു. അന്തരംഗേ മതി കേളി നിറയും തിങ്ങിയ കാഞ്ഞന കാന്തി തന്നിൽ ഗന്ധസുഖത്തിൽ മധുവേന്തി ചിത്രശലഭം മൺവാനിലെ ഗന്ധം പരത്തി കോകിലങ്ങളിനത്തിൽ പാടി പാട്ടിനൊത്തു നീലമനോജ്ഞമം പിലി വിടർത്തി ആലോലമാടുക പൂങ്കുയിലേ. പിന്നെ പറയുന്നില്ല, മാനും മയിലും മുയലുമര എന്ന ജാലങ്ങൾ നാനാവിധമതുണ്ടേ തുള്ളിക്കളിച്ചും. അങ്ങനെയായിരുന്നു പ്രകൃതി ഒരു സമയത്ത്. കാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. തെയ്യത്തക തുള്ളിക്കളിച്ചും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെന്ന് മാലിനി നദിയുടെ ആ കണ്ണാടി നോക്കുന്നതിലെന്ന് പറഞ്ഞ അത്രയ്ക്ക് പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളമായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്ന അരുവികളിലൂടെയും കാട്ടിലൂടെയൊക്കെ. ഇപ്പോ ആ സമയത്ത് എന്ത് പറ്റി? മാനുകൾ പുല്ല് തിന്നണില്ല, ആ വിഷമം കൊണ്ട്. ഒന്ന് ആലോചിക്കും, മൃഗങ്ങളിലെ ഒരു മനുഷ്യന്റെ ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റാണ് അവിടെ കാണിക്കുന്നത്. മയിലുകൾ നൃത്തം നിർത്തി, വള്ളികൾ ഈ പറഞ്ഞ ഇത്തരത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന വള്ളികളെല്ലാം അത് നിർത്തിയിട്ട് വസ്ത്രാഞ്ചലത്തിലേക്ക് കയറി പിടിക്കുകയാണ്, തന്റെ പൂക്കൾ പൊഴിച്ചു പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ പ്രകൃതി ബാക്ക്ഗ്രൗണ്ട് അല്ല, പ്രകൃതി ശകുന്തളയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു.
കാളിദാസൻ പറയുന്നത് മരത്തിന് വികാരമുണ്ട്, നദികൾക്ക് ഓർമ്മയുണ്ട്, അത് ഏത് വഴിയിലൂടെ പോയേക്കണേന്ന്. ഒരു പ്രാവശ്യം അതിനെ നമ്മൾ ചൂഷണം ചെയ്യാൻ നോക്കിയാൽ പ്രകൃതി തിരിച്ചടിക്കും. നമ്മളെല്ലാവരും ഇന്ന് കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഋതുക്കൾ ജീവിതത്തിന്റെ താളമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അങ്ങനെ ഈ 2 മാസത്തില് നമ്മൾ ഓരോ ഋതുക്കളെയും ആഘോഷിച്ചിരുന്നു. മഴ വർഷ ഋതു, ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ശരത് ഋതു, ഒക്ടോബർ നവംബർ ഹേമന്തം, ഡിസംബർ ജനുവരി ശിശിരം, ഫെബ്രുവരി മാർച്ച് ഏറ്റവും ഭംഗിയുള്ളതാണ് വസന്ത ഋതു, ഏപ്രിൽ മെയ്യിൽ നമുക്ക് ഗ്രീഷ്മം കാണാൻ സാധിക്കും. ഇങ്ങനെ 6 ഋതുക്കളെ കൊണ്ടാടിയിരുന്ന ഉത്സവം പോലെ നമ്മളെല്ലാവരും. അതാണ് ശാകുന്തളത്തിൽ കാണുന്നത്. ഋതുസംഹാരത്തിൽ 6 ഋതുക്കൾ വർണ്ണിക്കുമ്പോൾ വസന്തം വന്നാൽ മാവ് പൂക്കണമെന്ന് മാവിനോട് പറയേണ്ട ആവശ്യമില്ല, കുയിൽ പാടണമെന്നും കുയിലിനോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മനുഷ്യന്റെ മനം കുളിർക്കണം, ഗ്രീഷ്മം വന്നാൽ സൂര്യൻ ചൂടണം, മണ്ണ് തിളയ്ക്കണം, ഈനം മാറും, ഇടവക്കാർ നിറയും എന്നാണ് പറഞ്ഞിരുന്നത്. ആ മണ്ണ് തിളച്ചുകൊണ്ടിരിക്കുമ്പോ ആ ചൂട് നമ്മൾ അനുഭവിക്കുകയും ഇടവത്തില് പകുതിയാവുമ്പോൾ, ഇടവപ്പാതിയാവുമ്പോൾ ഇടവഴിയിലും വെള്ളം നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗ്രീഷ്മം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സായാഹ്നത്തില് ചൂട് മുഴുവനും ചൂടണം, ചൂട് കൊണ്ട് ഈ വൈകുന്നേരമാകുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം നനയ്ക്കുക എന്നുള്ളതാണ്. മുറ്റം നനച്ച ആ മുറ്റത്തിൽ നിന്ന് വരുന്ന, ആ നനവിൽ നിന്ന് വരുന്ന ഒരു കുളിർക്കാറ്റുണ്ട്, അത് നമ്മൾ ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഋതു തെറ്റിയാൽ ജീവിതത്തിന്റെ താളം തെറ്റുമെന്നാണ് കാളിദാസൻ നമ്മളെ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഓരോ ഋതുവിനെയും ആഘോഷിച്ചത്. ഇനി മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ദ പിനക്കിൾ ഓഫ് ദി എൻവയറൺമെന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സ്. നമ്മൾ യജമാനനല്ല, നമ്മൾ ഭാഗം മാത്രമാണ്, പ്രകൃതിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ. ശകുന്തള മരം നനയ്ക്കാതെ വെള്ളം കുടിക്കില്ല. ദുഷ്യന്തൻ മാനിനെ അമ്പയ്യാനായിട്ട് കാട്ടിൽ വരുമ്പോ ദുഷ്യന്തനോട് ആശ്രമത്തിലെ ആ ആളുകൾ പറയുന്നുണ്ട്, കണ്വ ശിഷ്യൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ആശ്രമ മൃഗം അയം നഹന്തവ്യഃ. ആശ്രമ മൃഗം കൊല്ലപ്പെടാനുള്ളതല്ല, അവയ്ക്ക് നമ്മൾ മനുഷ്യന്റെ അതേ അളവിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും കൊല്ലാനുള്ള ഒരാളല്ല, അവയും കൂടി ചേർന്നാൽ മാത്രമേ ആ ചക്രം പൂർണ്ണമാകുള്ളൂ, നമ്മുടെ ജീവിതം സഫലമാകുമുള്ളൂ. ആശ്രമ മൃഗം അയം നഹന്തവ്യഃ. ചുരുക്കത്തിൽ കാളിദാസൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ്, ഋതു താളം, പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ഭാഗമായിട്ടാണ്. അപ്പോ പേഴ്സൺ പ്ലസ് ഋതം പ്ലസ് പാർട്ട്ണർഷിപ്പ്, ഇങ്ങനെ 3ഉം ഒരുമിച്ച് നമ്മൾ കൊണ്ടുചെല്ലു പോകുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് സുഖകരമായ ഒരു ജീവിതം സത്യമാകുക. ഇനി നമ്മൾ കണ്ണു തുറന്ന് ഇന്നിലേക്ക് നോക്കാം. കാളിദാസന്റെ 3 തത്വങ്ങൾ, ഈ പാർട്ട്ണർഷിപ്പ്, ഈ ഋതം, ഇത് 3ഉം, ഈ തത്വങ്ങൾ നാം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ഓരോന്നിൽ നോക്കാം. പേഴ്സൺ, ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് കൊടുത്ത പേഴ്സൺ എന്ന് പറയുന്നത് പൊല്യൂഷനിലേക്ക് എത്തിച്ചു. നമ്മൾ പേഴ്സൺ പൊല്യൂഷനിലേക്ക് എത്തിച്ചു. മേഘം ഇന്ന് ദൂതനല്ല. പാർട്ടിക്കുലേറ്റ് മാറ്റർ എയറില് 2.5 ആണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി പുവർ. അർത്ഥം, നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും കുട്ടികൾ ഒരു 4 മണിക്കൂർ ഗ്രൗണ്ടിലോ മൈതാനത്തോ കളിച്ചു കഴിഞ്ഞാൽ അവർ 20 സിഗരറ്റ് വലിച്ചതിന് തുല്യമാവും അവരുടെ ആ ലങ്സ്. അത്രയ്ക്ക് പൊല്യൂട്ടഡ് ആണെന്നുള്ളതാണ് എയർ. ബാംഗ്ലൂരിൽ ലേക്കുകൾ നുര പൊങ്ങുന്നു. ഡൽഹിയിൽ സ്കൂൾ അടച്ചുപൂട്ടുന്നു. നമ്മളെ പേപ്പറിൽ വായിച്ചതാണ്. സ്കൂൾ അടച്ചകത്തിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇത് വേറൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ അവിടെ ഒരു പ്രായമായ ഒരു അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ AC റൂമിൽ കയറിയിരുന്നു, എനിക്ക് ശ്വാസം മുട്ടിയിട്ടെന്ന്. AC റൂമിൽ കയറി തണുപ്പിട്ടിരുന്നാൽ നമുക്ക് ശ്വാസം കിട്ടുമോ എനിക്കറിയില്ല. ഒരു പക്ഷെ അത് നമ്മളുടെ സൈക്കോളജി ആണോ എന്നും അറിയില്ല. ചുറ്റും ഇത് തന്നെയല്ലേ, അത് തന്നെയല്ലേ അകത്തേക്കും വരുന്നത്. AC 16-ലിട്ട് ജീവിച്ചാൽ നമ്മൾ ഒരു തോന്നലുണ്ട് അത് കാർബൺ സിക്വസ്ട്രേഷൻ ചെയ്യുമെന്നോ പൊല്യൂഷൻ ചെയ്യില്ല എന്നോ എന്തൊക്കെയോ. എവിടെയാണ് അതിന്റെ ഒരു ഇത് നമ്മൾ വിചിന്തനം ചെയ്യണം. ഇവിടെ ഡൽഹി ലേക്കുകൾ നുരപൊങ്ങുന്നു. കാളിദാസൻ മേഘത്തെ കെട്ടിപ്പിടിച്ചപ്പോൾ
നമ്മള് മാസ്ക് ഇട്ട് മൂടി എന്നാണ് പറയുന്നത് കാളിദാസൻ. നമ്മൾ അനുഭവിച്ചതാണല്ലേ, മാസ്ക് ഇട്ട് മൂടി. കാളിദാസൻ മേഘത്തെ കെട്ടിപ്പിടിക്കാണ് ഉണ്ടായത്, ഇവിടെ നമ്മള് മാസ്ക് ഇട്ട് മൂടി. ഇനി രണ്ടാമത്തത്, ഋതുക്കൾ ആഘോഷിച്ചിരുന്നു അദ്ദേഹം. ഋതു ഋതമായിട്ട് ആഘോഷിച്ചിരുന്നു, അതിനെ റാൻഡമാക്കി മാറ്റി. നമ്മൾ പേഴ്സണെ പൊല്യൂഷൻ ആക്കിയ പോലെ ഋതമിനെ റാൻഡമാക്കി. ഋതു സംഹാരം എവിടെയാണ്? IPCC സാറ് പറഞ്ഞ പോലെ IPCC റിപ്പോർട്ട് 2026 പറയുന്നു ഇന്ത്യയിൽ ഗ്രീഷ്മം 2 ആഴ്ച നേരത്തെ തുടങ്ങും, 4 ആഴ്ച കൂടുതൽ നീളുന്നു. അപ്പൊ ആലോചിച്ചു, കേരളത്തിലെ കാലവർഷം വൈകുന്നു എന്ന് പത്രത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ 3 ദിവസം കൊണ്ട്, കഴിഞ്ഞ മുതലും സ്കൂൾ തുറന്നപ്പോ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് സ്കൂൾ 2 ദിവസത്തേക്ക് തുറന്നില്ല. പറയുന്നത് എവിടെ? നമുക്ക് പ്രതിഭാസങ്ങൾ എവിടെ? 3 ദിവസം കൊണ്ട് 2 മാസത്തെ മഴ പെയ്യുന്നു. കാലാവസ്ഥ ഈ മേഘങ്ങൾ, നമ്മൾ സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ പോയിട്ട് മേഘമായിട്ട് പരന്നു നിന്ന് കാർമേഘങ്ങള് പരന്നു നിന്ന് പെയ്യുകയാണ്. ഇപ്പൊ അങ്ങനെയല്ല, സിലിണ്ടർ രൂപത്തിലാണ് മേഘങ്ങൾ. അപ്പോ ഈ തൃപ്പൂണിത്തുറയിൽ ചിലപ്പോൾ ഇവിടെ പെയ്താൽ കണ്ണംകുളങ്ങരയിൽ പെയ്യില്ല. ഇവിടെ പെയ്യുന്ന ആ സിലിണ്ടറോ നമ്മളെ കൊല്ലാൻ പാകത്തിലുള്ള തുള്ളികളായിട്ടാണ് വീഴുന്നത്. അപ്പൊ പെട്ടെന്നാണ് നമുക്ക് വെള്ളത്തിന്റെ നിറവും, വെള്ളം നിറഞ്ഞൊഴുകി കുമിഞ്ഞൊഴുകി മൊത്തം ഒരു പ്രളയത്തിന്റെ അവസ്ഥ. ഏത് വിത്തിൻ കിലോമീറ്റേഴ്സ് പ്രളയത്തിന്റെ അവസ്ഥ കാണും. ഞങ്ങള് കോളേജ് പഠിക്കുമ്പോൾ ഈ തുമ്പർജിയ ലാറ്റിഫോളിയ എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്, ഈ സൈലന്റ് വാലിയിലൊക്കെ കാണുന്നതാണ്. അത് ഒരു സ്ഥലത്ത് കണ്ടു, അപ്പൊ അവിടുന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു സ്ഥലത്ത് കാണാം, അവിടുന്ന് പറയാന്ന് വിചാരിച്ചാൽ അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ സാറ് പറയാ, ഇതൊക്കെ ഉണ്ടല്ലോ എൻഡമിക് ആണ്, ഒരു സ്ഥലത്ത് മാത്രമേ കാണുള്ളൂ എന്ന പോലെ. ഇപ്പൊ ഇവിടെ മഴ പെയ്താൽ ഇവിടെ കിട്ടി, പക്ഷെ അത് ദോഷകരമായി ബാധിക്കുന്നു ഈ കാലാവസ്ഥ. അല്ലെങ്കിൽ ഈ വെള്ളം നമുക്ക് ആവശ്യമാണെങ്കിൽ പോലും അത് അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞവര് ദോഷമായിട്ട് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇവിടെ പ്രളയം, ശിശിരം ഇല്ലാതായി. ഫെബ്രുവരിയിലെ മഞ്ഞ എന്നുള്ളത് നമ്മളിപ്പോ സിനിമാ പാട്ടുകളിൽ മാത്രമാണ് കേട്ടോ കാണാൻ സാധിക്കുക. പഴയ സിനിമാ പാട്ടിൽ ഇപ്പോഴും അതുമില്ല. ഋതുക്കളുടെ താളം തെറ്റി. കാളിദാസൻ 6 ഋതുക്കൾ എന്ന് പറഞ്ഞത് നമ്മളിപ്പോ 2 ആയിട്ട് മാറ്റി. 2 ഋതുക്കളേ ഉള്ളൂ നമുക്ക്. ഒന്ന് എക്സ്ട്രീം സമ്മർ, 2 അൺപ്രഡിക്റ്റബിൾ റെയിൻ. ഈ 2 എണ്ണമാണ് ഇപ്പൊ ഉള്ളൂ. 2 6 മാസം വീതിച്ചു കൊടുത്തു അവർക്ക് 2. അപ്പൊ നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇനി പാർട്ട്ണർഷിപ്പ്, കാളിദാസൻ പറഞ്ഞിരുന്നു നമ്മള് പ്രകൃതിയുടെ ഭാഗമാണ്, പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പിനെ പ്ലണ്ടർ ചെയ്തു നമ്മൾ. അതായത് എക്സ്പ്ലോയിറ്റിന്റെ ഒക്കെ 3rd ഫോമിനെ വേണമെങ്കിൽ വിചാരിക്കാം പ്ലണ്ടറിങ്. കൺവന്റെ ആശ്രമം 30% ഗ്രീൻ കവർ ഉള്ളതായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ ഫോറസ്റ്റ് കവർ 21%, 21% മാത്രമാണ്. അതിൽ തന്നെ ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് നിബിഡവനങ്ങൾ 3% മാത്രമേ ഉള്ളൂ. ആമസോൺ മുതൽ അഗസ്ത്യാർകൂടം വരെ നമ്മൾ വെട്ടി നിർത്തി. മാനിനെ അമ്പയരുത് എന്ന് പറഞ്ഞ നാട്ടിൽ അയംനഹന്തവ്യ കൺവശിഷ്യൻ അന്ന് പറഞ്ഞിരുന്നു. ആ അമ്പയരുത് എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടില് ഇന്ന് എലിഫന്റ് കോറിഡോറിൽ കൂടി ഹൈവേ വെട്ടുന്ന നമ്മൾ പങ്കാളിയല്ല, കയ്യേറ്റക്കാരെന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ പങ്കാളിയാവുന്നില്ല. പങ്കാളിയായാൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. 1950 കേരളത്തിൽ 50% വനമുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. 2026 ആയപ്പോഴേക്കും അത് 29%. ചിന്നാർ കാട്ടുതീ, വയനാട്ടിലെ പ്രളയം അല്ലെങ്കിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ, ഇതെല്ലാം കാളിദാസൻ തരുന്ന റിപ്ലൈ മെസ്സേജസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതെല്ലാം കാളിദാസൻ തരുന്ന റിപ്ലൈ മെസ്സേജസ് ആണ്. ഇനി കാളിദാസനും കാലാവസ്ഥയും ഇന്ന് നേരിട്ട് നമുക്കൊരു താരതമ്യ പഠനം നടത്തിയാലോ? നോക്കാം. കാളിദാസൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ കാവ്യങ്ങൾ തിരുത്തി എഴുതേണ്ടി വന്നേ. കാളിദാസൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കാവ്യങ്ങൾ തിരുത്തി എഴുതേണ്ടി വന്നേനെ. നമുക്ക് മേഘദൂതം 2026 വർഷം എങ്ങനെയായിരിക്കും? പഴയത് വിദ്യുത്വന്ദം ലളിതവദന ഇന്ദ്രജാപം സചിത്രാഹ. ഇതിന്റെ അർത്ഥം എന്താ പറയുക? മഴവില്ലോട് കൂടി, മഴവില്ലിന്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചു നോക്കൂ. മേഘത്തിനോട്, ആ ദൂതനോട് പറയാണ്, ഈ മഴവില്ലിന്റെ നിറം കൊണ്ട് നീ പോയി കഴിഞ്ഞാൽ, അതായത് മിന്നലുള്ള മഴവില്ല് കൊണ്ട് നീ ചെന്ന് കഴിഞ്ഞാൽ, ഈ സുന്ദര മേഘമായിട്ട് ചെല്ലുമ്പോ അവിടെ അപ്സരസുകളൊക്കെ നിന്നെ തുളച്ചു നോക്കും എന്നാണ് പറയുന്നത്. ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കും. അവരുടെ കണ്ണെടുക്കില്ല നിന്റെ മേത്തൊന്നും, അത്രയ്ക്ക് ഭംഗിയായിരിക്കും. ഇന്ന്
സുന്ദരികളായ സ്ത്രീകൾ മഴവില്ലോടുകൂടി ചിത്രങ്ങൾ പോലെ നിന്നെ അവസാനം വരെ തുളച്ചു നോക്കും. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, പണ്ടൊക്കെ കളിയാക്കും കുട്ടികളെ, ഇങ്ങനെ കണ്ണുകൊണ്ട് ഒഴിയേണ്ട കാര്യമൊന്നുമില്ല പൊക്കോളുന്നു. അത്തരത്തില് ഒരു പക്ഷേ അപ്സര സ്ത്രീകള് ഈ മേഘത്തിനെ, ഈ ദൂതനെ കാണുക. അതായിരുന്നു ഇന്ന് മഴവില് നമ്മുടെ കുട്ടികൾ പോലും കളർ ചെയ്ത് കാണുന്നതല്ലാതെ അവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കി, പ്രകൃതിയെ മുഴുവനും ബാക്ക്ഗ്രൗണ്ട് ആക്കി. അതേ നിവർത്തിയുള്ളൂ, വേറെ കാണാനുള്ള നിവർത്തിയില്ല. ഇവിടെ കൈലാസത്തിൽ അപ്സരസുകൾ, ലളിതവതനാഹ, സുന്ദരികളായ സ്ത്രീകൾ കൈലാസപർവ്വതത്തിന്റെ മുകളിൽ ഇത്തരത്തിലുള്ള മാറ്റം അവിടെ നമ്മൾ ഇപ്പോ ഈ സമയത്ത് പുതിയത് 2026 എഴുതിയാൽ കാർബൺ വന്തം ആസിഡ് മഴവന്തം AQI ചാപം സചിത്രാഹ, അവിടെ സേന്ദ്രചാപം ഇന്ദ്രചാപം. അത് എന്തായി ഇപ്പൊ AQI ചാപം, എയർ ക്വാളിറ്റി ഇൻഡെക്സ് അത്ര മോശമായിട്ട് നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കരിപിടിച്ച ആസിഡ് ചൊരിയുന്ന മേഘം. യക്ഷം മെസ്സേജ്, അഥവാ യക്ഷന്റെ കയ്യിലെ മെസ്സേജ് കൊടുത്തയക്കാന്ന് വിചാരിച്ചോളൂ, അത് ടവർ റേഡിയേഷനിൽ പിടിക്കപ്പെടും, എന്നിട്ട് വഴിതെറ്റിച്ചു കളയും. പക്ഷികളൊക്കെ അങ്ങനെയാണ്. അവർക്ക് എന്തുകൊണ്ടാണ് മൈഗ്രേഷൻ ചെയ്യാൻ പറ്റാത്ത? അവരുടെ ആ വേവ് ലെങ്ത് ഈ ടവറിലെല്ലാം പെട്ടിട്ട് അവർ അത് വെച്ചിട്ടാണ് മൂവ് ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് വരുന്നത്. ഇപ്പോ ഗ്രേറ്റ് സൈബേരിയൻ ക്രെയിൻസ് ഒക്കെ എത്തിക്കൊണ്ടിരുന്നത് ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് തന്നെ അവരുടെ ആ ഒരു ഈ വഴികളിൽ മുഴുവനും ഇത്തരത്തിലുള്ള ടവറുകൾ പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ വഴി തെറ്റിപ്പോകാൻ തുടങ്ങി, അവർ വേറെ എവിടേക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു വംശനാശം സംഭവിച്ചു തുടങ്ങി എന്നുള്ള, അവർക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റാത്തത് കൊണ്ട്. അപ്പൊ ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. ഈ യക്ഷനെ, ദൂതുമായി പോകുന്ന യക്ഷനെ ടവർ പിടിച്ചെടുക്കുകയാണ്, എന്നിട്ട് അതിനെ അവിടെ കൊന്നുകളയുകയാണെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചു നമ്മള് ഈ അവസ്ഥ. ഇനി ഋതുസംഹാരം 2026 വർഷം കേട്ടോളൂ. വസന്തം, മാവ് പൂത്തില്ല, എന്നാൽ നമ്മൾ മോളിലൊക്കെ മാംഗോ ഫെസ്റ്റ് ആഘോഷിക്കുന്നു. മാവൊന്നും പൂത്തിട്ടില്ല, എങ്ങനെയാണ് മാംഗോ ഫെസ്റ്റ് ആഘോഷിക്കാൻ സാധിക്കുക എന്ന് നമുക്കറിയില്ല, മാളിൽ ആഘോഷിക്കുന്നുണ്ട്. ഗ്രീഷ്മം, സൂര്യൻ മാത്രമല്ല ടാറും ഉരുകുന്നു. കറണ്ട് പോയി, ഇൻവെർട്ടർ നമ്മളെ പറയാത്ത ചീത്തയില്ല, നമുക്ക് തന്നെ മനസ്സിലാവണില്ല ഇൻവെർട്ടറുടെ ചീത്ത, ബിക്കോസ് അതിനെ കൊണ്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പൊ അത് അവസാനം ഗതികെട്ടിട്ട് ഒരു പരിധി ഉണ്ടല്ലോ, ആ പരിധിക്കപ്പുറത്തേക്ക് പോയ ഇൻവെർട്ടർ നമ്മളെ ചീത്ത പറയും. വർഷത്തിനെ നമുക്കിപ്പോ മഴ എന്ന് പറയാൻ സാധിക്കില്ല. ക്ലൗഡ് ബേഴ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പേരിടുകയാണ് അല്ലെ. ക്ലൗഡ് ബേഴ്സ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. അതാണ് നമുക്ക് പ്രശ്നമായി മാറുന്നത്. 2 മണിക്കൂറിൽ 1 വർഷത്തെ വെള്ളം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കിട്ടുക. ശരത്ത്, ഹേമന്തം, ശിശിരം ഔട്ട് ഓഫ് സ്റ്റോക്ക്, കിട്ടാനില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെ വേണ്ട. ഇനി ശാകുന്തളം 2026 വർഷത്തിലേക്ക് വന്നാൽ, ശകുന്തള ഇന്ന് യാത്ര പറയുമ്പോൾ മാനുകൾ പുല്ല് തിന്നാതിരിക്കില്ല. അന്ന് മാന് പുല്ല് തിന്നില്ല എന്ന് പറയുന്നുണ്ട്, ഇന്ന് മാന് പുല്ല് തിന്നാതിരിക്കില്ല. എന്തുകൊണ്ടാ? മാനുകൾ തന്നെയില്ല. പിന്നെ പുല്ല് തിന്നണ എവിടെ? മാനുണ്ടായല്ലേ മാൻ പുല്ല് തിന്ന. കുട്ടികൾ ചോദിക്കും നമ്മളോട്, ഈ മാൻ എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 70% ആശ്രമം, അതായത് എക്കോ സെൻസിറ്റീവ് സോണിൽ നിന്നും ഒഴിവാക്കി. അവിടെ എല്ലാം റിസോർട്ട് വന്നു. മാലിനി നദിയിൽ കണ്ണാടി നോക്കുന്നൊക്കെ പാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ക്ലിയർ വാട്ടർ ആയിരുന്നു താഴെ. ഈ കടവന്ത്രയില് ആ GCDയുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു തോടുണ്ട്. അത് ഒരു കാലത്ത് അവിടെ ആളുകൾ പറയുമായിരുന്നു, ഇപ്പൊ അത് നമ്മൾ അതിൽ കൂടെ പോകുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്, അത്രയ്ക്ക് പൊല്യൂട്ടഡ് ആണ്, കറുത്തിരിക്കും. ഒരു നാണയം ഇട്ടാൽ അതിൽ കാണുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അവിടെയുള്ള പഴയ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ഒരു നാണയം ആ തോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ആ നാണയം എവിടെ ചെന്ന് കിടക്കണമെന്ന് കാണാം. അത്ര ക്ലിയർ ആയിട്ടുള്ള ആ ഒരു വാട്ടറിനെ, വെള്ളത്തെ ഇത്രയ്ക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ, മറ്റൊരാൾക്കും സാധിക്കില്ല. ഒരു മൃഗത്തിന് പോലും അത് സാധിക്കില്ല എന്നുള്ളത് ഈ മനുഷ്യർക്ക് മാത്രമാണ് സാധിക്കുക. അത് അവർ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് നശിപ്പിച്ച ഒരു ഭാഗം, അല്ലെങ്കിൽ ആ ഒരു പുഴ, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണു മുമ്പിൽ തന്നെ കാണുന്നു. മാലിനി നദി പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിറഞ്ഞു. കണ്വൻ കരയില്ല, കണ്വന് കരയാൻ സാധിക്കില്ല. കരഞ്ഞാൽ കണ്ണീര് പോലും എഫ്ലുവന്റ് വാട്ടറാണ്, കണ്ണിൽ നിന്ന് വരുന്നത് പോലും അതാണ്. അതുകൊണ്ട് കരയാൻ പേടിയാ. അത് വന്നിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു കണ്വൻ കരച്ചിൽ നിർത്തി എന്നാണ് പറയുന്നത്. ഇനി കുമാര സംഭവം 4ാമത്തെ 2026 വർഷം എങ്ങനെയാണെന്ന് നോക്കാം.
അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഖാതിരാജ പൂർവാപര തോയനിധീവഗാഹ്യ സ്ഥിതപ്രജ്ഞ ഇവ മാനദണ്ഡ. ഒരു കാലത്ത് ഹിമാലയത്തെ ദേവന്മാരുടെ വാസസ്ഥലമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. കാളിദാസനും അങ്ങനെ തന്നെയാണ്. ഹിമാലയം ദേവന്മാരുടെ വാസസ്ഥലമല്ലാതായി. ISROയുടെ സാറ്റലൈറ്റ് കാണിക്കുന്നു ഗംഗോത്രി ഗ്ലേസിയർ 2026 30 മീറ്ററോളം കൂടി ഉരുകിപ്പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. കാളിദാസൻ ദേവതാത്മാ ഹിമാലയ എന്ന് പറഞ്ഞ ആ കവിത ഇന്ന്, അല്ലെങ്കിൽ ആ കാവ്യം ഇന്ന് എഴുതുമ്പോൾ ദുരന്താത്മാ ഹിമാലയ എന്ന് എഴുതേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ. ജ്യോതിർമഠം ശങ്കരാചാര്യർ സ്ഥാപിച്ചത് മുങ്ങിപ്പോകുന്നു. കേദാർനാഥ് ഭയക്കുന്നു ഇപ്പോഴും. എന്തുകൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത്? വലിയൊരു പാറക്കല്ല് അതിന്റെ പുറകിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം. അന്ന് ക്ലൗഡ് ബേഴ്സ് ഉണ്ടായിട്ടും വലിയ ലേക്കുകൾ പൊട്ടി ഒലിച്ചു വന്നിട്ടും കേദാർനാഥ് വലിയ കുഴപ്പമില്ലാതെ പോയത് അതിന്റെ പുറകിൽ നിൽക്കുന്ന ആ വലിയൊരു പാറ കാരണമാണ്. എന്നാലും ഭയം വിട്ടുമാറിയിട്ടില്ല. ഇനിയും വരാമല്ലോ അങ്ങനെ. കേദാർനാഥ് ഭയക്കുന്നു. കുമാരസംഭവത്തില് ഈ 2026 വർഷം അങ്ങനെയാണ്. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് കാളിദാസൻ ഇന്ന് പ്രസക്തനാവുന്നു? എന്തുകൊണ്ടാണ് കാളിദാസൻ പ്രസക്തൻ? ചോദ്യം അങ്ങനെ പറയാം. എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക്, ഇപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരാണെങ്കിൽ അവർ പറയും എല്ലാം നഷ്ടപ്പെട്ടില്ല സാറേ, പിന്നെ കാളിദാസനെ വായിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവാനുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ്, കാളിദാസൻ നമ്മൾക്ക് 3 മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 3 മരുന്നുകൾ എന്തെല്ലാമാണ്? ഒന്ന്, എമ്പതി, പ്രകൃതിയെ പേഴ്സൺ ആക്കുക. നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രകൃതിയെ ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് കൊടുത്തിട്ട് നമ്മളെ പോലെ തന്നെ പേഴ്സൺ ആക്കി മാറ്റണം. നമ്മൾ ട്രീ കട്ടിങ് എന്ന് പറയുമ്പോൾ, ഇന്ന് ഞാൻ സ്കൂളില്, ഞങ്ങൾക്ക് വരുണയില് സ്കൂളിൽ പോയപ്പോ വലിയൊരു ചെമ്പകമരം എന്ത് ഭംഗിയായിട്ട് നിൽക്കണേന്ന് ചുമ്മാ അറുത്തറുത്തിടുക. അപ്പൊ ആളുകളൊക്കെ അതിൻ്റെ ഉള്ള മുട്ടൊക്കെ പറക്കിക്കൊണ്ട് ഓടുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു നേരം നിന്നൊരു സങ്കടം തോന്നണ്ടേ? ഇത്രയ്ക്ക് വലിയൊരു മരം എന്ത് ഭംഗി, അത് ഒരാൾക്കും ദോഷം ചെയ്യുന്നില്ല, എന്തിനാണ് അത് വെട്ടണേന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഈ മരത്തിന്റെ മുകളിൽ കൂടെ പാമ്പ് കയറിയിട്ട്, ടീച്ചർക്ക് അറിയായിരിക്കും, സംസ്കൃത ടീച്ചറാണ് ആ പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, ടീച്ചർ അവിടെ വർക്ക് ചെയ്താ, ഇപ്പൊ തേറായി അവിടെ നിന്ന് പോരുകയും ചെയ്തു. അതിന്റെ മുകളിൽ കൂടെ കയറി ക്ലാസിന്റെ ഉള്ളിൽ പാമ്പ് ചെല്ലുന്നത്. ഞാൻ MA പഠിക്കുമ്പോ ഞങ്ങളുടെ സാറ് ഭുജംഗപ്രയാതം എന്ന് പറഞ്ഞ അലങ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് സാറ് പറയേണ്ടതായിട്ടുണ്ട്, ഒരിക്കലും ഈ പാമ്പുകൾക്കൊന്നും ഇങ്ങനെ പടികൾ കയറിയൊന്നും വരാൻ സാധിക്കില്ല. അപ്പൊ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായത് പടികൾ കയറി വരാൻ സാധിക്കില്ല, പക്ഷെ മരത്തിൽ കൂടെ കയറിയിട്ട് ക്ലാസിന്റെ ഉള്ളിൽ ചെല്ല. എന്താ അവിടെ ഇരുന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വിശേഷം കൊണ്ടാണേ അവിടെ കേൾക്കാൻ ചെല്ല. ഒന്ന് ആലോചിച്ചു, എത്ര വെഡിത്താണ്, എത്ര ഭംഗിയുള്ള മരത്തിനെ മുറിച്ച് 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 ഇട്ടു അവിടെ. അത് കാണുമ്പോൾ ഒരു നേരം നിന്നൊന്ന് കണ്ണീർ പൊഴിക്കുകയോ അല്ലെങ്കിൽ ഒരു സങ്കടം വിചാരിക്കുകയോ ഇത്ര അധ്യാപകർ അവിടെ ഒന്നും ഒരാൾക്ക് പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. സാധിക്കണതല്ല, അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അണവെയർ എന്ന് പറയാം, പ്രകൃതിയെ കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല. ചോദിച്ചപ്പോ ഇതാ പറഞ്ഞു. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ആ ചേട്ടൻ എന്നോട് പറയുകയും ചെയ്തു, ഇവിടെ പാമ്പ് വന്ന പ്രേതമായിട്ട് പോവും, അതേപോലെ ഇവിടെയുള്ളവരുടെ പെരുമാറ്റം എന്ന്. അതിന് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വായിക്കാട്ടോ. എല്ലാവരും അവനവന്റെ യുക്തിക്ക് അനുസരിച്ച് ചിന്തിച്ചോളൂ. പാമ്പ് ഇതിന്റെ ഉള്ളിലേക്ക് വന്നാൽ പ്രേതമായിട്ട് പോകും. പിന്നെ എന്തിനാണ് ഈ മരം വെട്ടുന്നത്? പിന്നെ എന്തിനാ മരം വെട്ടുന്നത്? അതവിടെ നിന്നോട്ടെ, അത് പേടിച്ചിട്ട് പൊക്കോളുമല്ലോ. അപ്പൊ അത്രയ്ക്ക് നമ്മള് ഈ എന്താ പറയാ ഇറസ്പോൺസിബിൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നില്ല, പ്രകൃതിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. വെറുതെ എവിടെയെങ്കിലും പോയിട്ട് നമ്മളൊക്കെ ഒരു കേൾക്കും, അതിങ്ങനെ ഈ ചെവിയിലൂടെ കളയും. ഞങ്ങളുടെ സ്കൂളിൽ കൃഷി ചെയ്യുമ്പോൾ കുറേ കാലം മുമ്പിട്ട് ഒത്തിരി കൃഷി ഉണ്ടായിരുന്ന എന്നോട് ഒരു പാരന്റ് വന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഫീസൊക്കെ അടക്കണേ ഇപ്പൊ ഇതിനു വേണ്ടിയിട്ടാണോ, ഈ പിള്ളേരെ കൊണ്ടാണോ ഇവിടെ നിന്ന് അന്വേഷിക്കണേന്ന്. ഞാൻ ഒറ്റ ചവിട്ടുള്ള പിന്നെ എന്റെ സംസ്കാരം അതിനെ അനുവദിക്കാത്തത് കൊണ്ട് മാത്രം. പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. തമാശക്ക് ചോദിച്ചതായിരിക്കും എന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. തമാശക്ക് ചോദിച്ചാൽ ഞാൻ ഫീസൊക്കെ അടച്ച് പഠിപ്പിക്കും, ഇതേ പിള്ളേരെ കൊണ്ട് പറമ്പ് നനപ്പിക്കണു എന്ന്. പിള്ളേര് ഞാൻ ആരോടും പറയുന്നില്ല വന്ന് നനയ്ക്കാൻ, അവര് തന്നെ എന്നോട് പറയും. ബിക്കോസ് അക്കൗണ്ടൻസി ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റണില്ല സാർ, സഹിക്കാൻ പറ്റില്ല. സാറൊന്ന് വിളിക്കണോട്ടോ അതിലേ പോകുമ്പോ, വല്ല പണിയുണ്ടെങ്കിൽ. എനിക്ക് അതുപോലത്തെ കുറെ ഓഫറുകൾ വരാറുണ്ട്. ഫിസിക്സ് സഹിക്കാൻ പറ്റില്ല സാറേ, പക്ഷെ വിടില്ല, എന്നാലും സാർ ഒന്ന് ശ്രമിച്ചു നോക്കണം. 3ാമത്തെ പീരീഡാണ്, മറക്കണ്ട, 10:20 പിന്നെ അതിനോട് സമയം എനിക്ക് അറിയില്ല, അതുകൊണ്ട് സാർ ആ വഴിക്കുന്നു വന്നിട്ട്
അത്യാവശ്യമുണ്ട് റാലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സാറിനില്ലാത്ത റാലികളോ ചെടി നടലോ ഇല്ലാണ്ടില്ലല്ലോ എന്നും സാറിനും ആഘോഷം. അതുകൊണ്ട് ഞങ്ങൾ ഏതിനെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ കോമേഴ്സുകാരെ വിളിച്ചു, ഇത്തവണ സയൻസുകാരെ വിളിച്ചു, സാർ പ്ലീസ് സാർ എങ്ങനെയെങ്കിലും ഈ അവരുടെ അപ്പം അവരിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ട്, അതിനെ അടിച്ചമർത്താണ്. കുട്ടികൾ കരയും. പ്രാതകാലേ ഉത്തിഷ്ഠ എന്ന് പറയുന്നത് വെളുപ്പാങ്കാലത്ത് എണീക്ക് കുട്ടികളൊക്കെ വാവകളായിരിക്കുമ്പോൾ അതിനെ അടിച്ചുറക്കും, നമ്മൾ ആട്ടി ഉറക്കും. അങ്ങനെ ഇരുമ്പിൻ തമ്മിയുടെ മറ്റേ ഓമനത്തിങ്ങൾക്കിടാവൊക്കെ പാടി 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 തോറ്റിട്ടുണ്ട് ഞാനൊക്കെ, എന്റെ മോനൊക്കെ. നമ്മളൊന്ന് കിടക്കാതെ വെച്ച് ചെല്ലുമ്പോഴേക്കും ആ തൊട്ടിന്ന് എണീറ്റ് വരും. അപ്പൊ അവര് ഉറങ്ങില്ല, അവര് ആ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കണവർ അവരെ അടിച്ചുറക്കും. എന്നിട്ട് അവർ ആ ശീലം ശീലിച്ച് കഴിയുമ്പോൾ പിന്നീട് ഒരു കാലത്ത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ തല്ലി കൊട്ടി എണീപ്പിച്ച് നേരം വിളിച്ചാകുമ്പോൾ മുട്ടയും ഭക്ഷണമൊക്കെ തള്ളി കയറ്റി. ഇപ്പൊ അതുമില്ല. ഇപ്പൊ എന്താ ചെയ്യണമെന്ന് പറയും, പാക്ഡ് ഫുഡാണ്. അതെല്ലാം ഒന്നും ചെയ്യണ്ടല്ലോ, രാവിലെ ഒന്നുമേ ചെയ്യണ്ട. സർ ഇവിടെ ഒരു കസേരയുണ്ട്, വരൂ. അത് കുത്തിക്കയറ്റിയിട്ട് ഇവര് കുഞ്ഞു പിള്ളേരെയൊക്കെ വെളുപ്പാങ്കാലത്ത് വിടുക. ഒരു പാരന്റിന് പോലും എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നുള്ളൂ, അല്ലാണ്ട് അവർ മര്യാദയ്ക്ക് വളരണമെന്നില്ല. എന്നിട്ട് സ്കൂളിൽ വന്ന് ഞാൻ ഒരിക്കൽ 1ാം ക്ലാസ്സിൽ ഇരുന്നാലും ക്ലാസ് ടീച്ചറായിട്ട് നിൽക്കുമ്പോൾ ഈ കുട്ടികൾ നൊലോടിച്ചുകൊണ്ട് എന്റെ അച്ഛനെ ഒരു നിമിഷം കണ്ടാൽ മതി എന്നൊക്കെ പറയും. വീട്ടിൽ അച്ഛനെ കണ്ടിട്ട് അച്ഛനാണ് കൊണ്ടാക്കിയത്, എന്നാലും പറയും അങ്ങനെ. നമ്മൾ വാതിലടയ്ക്കും. എന്നിട്ട് അസംബ്ലിയിൽ നിർത്തുമ്പോൾ ഈ വെളുപ്പാങ്കാലത്ത് ഇതൊക്കെ കുത്തിക്കയറ്റിട്ടല്ലേ വിടണേ. അവർക്ക് വേണ്ട ആഹാരം ഒറ്റ ഛർദിക്കില്ലത് ഇവിടുന്ന് ഇങ്ങനെ മൊത്തത്തില്. അപ്പൊ അവനും മേത്തൊക്കെ എന്റെ മേത്തായി, രണ്ടുപേരും ശരി കുളിക്കാൻ പോകാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ, വേറെ ഡ്രസ്സ് ദിവസേന ഉണ്ടാക്കി. അന്ന് മനസ്സിലായി എല്ലാ ദിവസവും ഒരു ഡ്രസ്സ് കൊണ്ടുവയ്ക്കണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതുപോലെ മടിയിൽ ഇത് മൂത്രം കുളിക്കില്ലേ 1ാം ക്ലാസ്സിലത്തെ കുട്ടികൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഷോ ഒന്നും ചെയ്യാതെ വീട്ടിൽ നിന്ന് വെറുതെ ഒരു ഡ്രസ്സും അണിയിപ്പിച്ച് ഏതോ വലിയ സ്കൂളിൽ പഠിച്ച എല്ലാമായി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടേയാക്കുകയാണ്. അവർ ഭക്ഷണം ഇപ്പൊ ഭക്ഷണം വലിയ ക്ലാസ്സിലേക്ക് ഇവർ കഴിക്കുകയില്ല കേട്ടോ. എന്നിട്ട് ഇവർ കഴിച്ചോ ഇല്ലയോ ഒന്ന് ചിന്തിക്കുക പോലുമില്ല. നമ്മൾ ഒരു 2 ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് വന്നവനുണ്ടല്ലോ, ഒന്നാമത്തെ പീരീഡ് കണക്കാണെങ്കിൽ കണക്കാ. പിന്നെ അവൻ രണ്ടാമത് എന്നിട്ട് കാര്യമില്ല, അവന് എക്സോസ്റ്റഡ് കത്തിപ്പോകുന്നത് മുഴുവനെ. പിന്നെ നമ്മൾ എന്ത് പഠിപ്പിക്കും ഉച്ചവരെ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഉറങ്ങട്ടെ ആയിരിക്കും, അല്ലാണ്ട് എന്താ ചെയ്യണേ. അവരുടെ വീട്ടിൽ ഉറങ്ങാൻ സമ്മതിക്കില്ല, കുറെ അവര് ഉറങ്ങില്ല. ഇങ്ങനെ പ്രകൃതിയുടെ ബയോളജിക്കൽ ക്ലോക്ക് സ്വന്തം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു തലമുറയാണ്. ഇതിന്റെയൊക്കെ പുറകിൽ ആരാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ്. കുട്ടികളെ ഒരിക്കലും തെറ്റായി പറയാൻ സാധിക്കില്ല. ബിക്കോസ് കുട്ടികൾക്ക് ആ ഒരു ഇന്നേറ്റ് ക്വാളിറ്റി ഉണ്ട്. അതിനെ മാറ്റിമറച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സന്തോഷത്തിനായിട്ട് പലതും അവരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രതിഭാസം. ശകുന്തള നനച്ച മരം വെട്ടി എന്ന് പറഞ്ഞാൽ കരയുമായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചിനെ ജയിക്കാൻ ഡാറ്റ പോരാ, കഥ വേണം. കുറെ ഡാറ്റ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ പിള്ളേരെ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ. A disaster is not a disaster until you suffer from it or until I suffer from it. ഞാൻ അത് അനുഭവിച്ചാൽ, വയനാട്ടിലതൊക്കെ ഒന്ന് ഞാൻ ടി വിയിലൊക്കെ ഗംഭീരമായിട്ട് കണ്ടു. അയ്യോ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. എൻ്റെ സ്കൂളിൽ ഒരു കുട്ടിയുടെ അമ്മൂമ്മ മരിച്ചു, അതിൽ ഒഴുകിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഏത് കുട്ടി എന്ത് കുട്ടി ഒന്നും അറിയില്ല. ആരൊക്കെ അവിടെ സ്റ്റാഫ് റൂമിൽ ഒരു ടോക്കായി, അത് അത്രയേ ഉള്ളൂ. അപ്പൊ അത് അവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാണ് നമുക്കത് വേദനയാകുക? നമ്മളത് അനുഭവിക്കുമ്പോഴാണ്. അത് നമ്മൾ അനുഭവിക്കാതെ തന്നെ നമുക്കതൊരു വേദനയായാൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുമ്പോൾ അവർ സ്വന്തമായി ജീവിക്കുകയും ചെയ്യും. നമ്മൾ അവരുടെ പുറകെ നടക്കുകയൊന്നും വേണ്ട. എന്നോട് ഒരു പ്രാവശ്യം 10ാം ക്ലാസ്സിൽ ഒരു പേര് വന്നിട്ട് പറയാം, ഇനി സംസ്കൃതത്തിനും കൂടെ ഒരു ട്യൂഷൻ കിട്ടാനുള്ളൂ, ബാക്കി എല്ലാം കിട്ടി സാറേ, എവിടെയെങ്കിലും ഉണ്ടോ സംസ്കൃതത്തിന് ട്യൂഷൻ എന്ന്. എനിക്ക് തല വെട്ടിപ്പോയി. ആ കൊച്ചിന്റെ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കി. എന്റെ അച്ഛൻ്റെ അമ്മ പറയും, അഴക്കോലിരിക്കുന്ന കാക്കയിലെ പോലെ കുട്ടികളുടെ അവസ്ഥ. CBSE പ്രത്യേകിച്ച് ഇവിടുന്ന് ഷൂ എന്ന് പറയുമ്പോൾ അവിടെ പോകും, അവിടുന്ന് ഷൂ എന്ന് പറയുമ്പോൾ അടുത്തെടുത്തു. അപ്പൊ ഇവിടെ മാത്സ് ട്യൂഷൻ, അപ്പുറത്ത് സയൻസ് ട്യൂഷൻ, ഇപ്പുറത്ത് ഹിന്ദി ട്യൂഷൻ, അല്ലെങ്കിൽ അപ്പുറത്ത് മലയാളം ട്യൂഷൻ, ഇംഗ്ലീഷ് ട്യൂഷൻ, എല്ലാം കഴിഞ്ഞിട്ട് സംസ്കൃതത്തിനും കൂടെ ട്യൂഷൻ. ആഴ്ചയിൽ ഒന്നും മതി സാറേ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഒന്ന് ആലോചിക്കൂ, സാഹിത്യമില്ലാതെ ശാസ്ത്രമില്ല, ശാസ്ത്രമില്ലാതെ സാഹിത്യമില്ല. സയൻസ് പഠിച്ചാൽ ഒന്നും അറിയാത്ത ഒരാളെ കൊണ്ട് ഇപ്പൊ CBSE കാശുണ്ടാക്കാൻ വേണ്ടി രണ്ടാമത് പറയാൻ പാടില്ലെന്നൊന്നും രണ്ടാമതൊരു പരീക്ഷ വെച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സില്. എന്തിനാണെന്നറിയോ? പൈസ ഉണ്ടാക്കാനാ. ഈ ഒരു കൊല്ലം മുഴുവൻ കഷ്ടപ്പെട്ട് പഠിച്ച പിള്ളേര് രണ്ടാമത് അവരുടെ ഹോളിഡേസ് സ്പെയർ ചെയ്ത് പഠിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഈ പേരൻസ് കൊണ്ട് കാശും കിട്ടി ആ പിള്ളേരുടെ ഹോളിഡേസും കളഞ്ഞ് അവരെ ഇങ്ങനെ നശിപ്പിച്ച്, എന്തായാലും ഒരു ഭാഷ പറയാൻ പാടില്ല, സംസ്കാരമുള്ളതുകൊണ്ട് നമുക്ക് പറയാനേ പാടില്ല, അത്തരത്തിലാക്കുകയാണ്. കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആവുക. എന്നിട്ട് അവരത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ. അവരെന്തുകൊണ്ടാണ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? അവിടെയാണ് നമ്മൾ ഈ പ്രസക്തി വരുന്നത്. കഥയാണ് വേണ്ടത് നമുക്ക്, ഡാറ്റയല്ല കഥ. കാളിദാസൻ തന്നത് കഥയാണ്.
ചിപ്കോ മൂവ്മെന്റിൽ സ്ത്രീകൾ മരം കെട്ടിപ്പിടിച്ചത് കാളിദാസന്റെ പിന്മുറക്കാരാണ്. ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം പരീക്ഷയ്ക്ക് ഒരു പാരഗ്രാഫ് വന്നത് എഴുതി കഴിഞ്ഞു. ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി അത് അതുപോലെ എഴുതും, കാണാപ്പടം പഠിച്ച്. മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ഒരുത്തിനും എഴുതുന്നത്. മനസ്സിലാക്കിയിട്ട് എഴുതുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഒരാളുമില്ല. അവര് മാർക്ക് കിട്ടണം. ഇനി ഞാനൊരു വളരെയധികം എനിക്ക് വേദന തോന്നിയതാണ്. പക്ഷെ ഞാനത് അത്ര കണക്കാക്കില്ല. ഞങ്ങളുടെ സ്കൂളിൽ സോഷ്യൽ ടീച്ചർ ഉണ്ട്. അവരുടെ മകൻ തല്ലിപ്പുള്ളി പറയാൻ കുട്ടികൾ തല്ലിപ്പുള്ളികളാവും. അപ്പോഴേ അവരെ കുട്ടികൾ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ആ കുട്ടി 10 ആയപ്പോ രാജേഷ് സാറിന്റെ നിഴലത്ത് നീ പോലും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വരാറുമില്ല, എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാറില്ല. ഞാനൊട്ടും ഒരു കാര്യത്തിൽ കൂട്ടാറുമില്ല. 10ാം ക്ലാസ്സിലെ മാർക്ക് വന്നിട്ട് രണ്ടാമത് സയൻസ് പരീക്ഷ എഴുതാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചോളൂ, താൻ എന്തിനാ ഈ സയൻസ് പരീക്ഷ എഴുതുന്നത് രണ്ടാമത്? ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കുട്ടിക്ക്, അതൊന്നും നടക്കണ കാര്യം. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു സയൻസ് പഠിക്കണം എന്ന് പറഞ്ഞു. അവനും ഇഷ്ടമാണ് സയൻസ് എന്നെങ്കിലും അവിടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഞാൻ സയൻസ് പരീക്ഷയ്ക്ക് കൊണ്ടുപോണേ. ഞാൻ അവൻ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ പോകുമ്പോൾ ഇനി നമ്മളെന്തെങ്കിലും പറയും സാറ് അവൻ്റെ മനസ്സ് പ്രശ്നമാക്കിയോണ്ട് അവൻ ആ പരീക്ഷ എഴുതാൻ പറ്റിയിരുന്നത്. അവൻ ആ പഠിച്ചപ്പോൾ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ. പക്ഷെ സാറിന്റെ പ്രശ്നം ഞാൻ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, തൻ്റെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു രാജേഷ് സാറിനെ കണ്ടുപോകരുത് ഈ കൊല്ലുന്നു. അവൻ എന്നോട് ഒരു സീരിയസ് സാർ ഇതൊക്കെ അറിയത്. ഞാൻ പറഞ്ഞു എനിക്കിത് അറിയാൻ പാടില്ലേ. നിങ്ങളുടെ മുഖഭാവങ്ങൾ കണ്ടാൽ നമുക്ക് വായിക്കാൻ സാധിക്കും. രാജേഷ് സാറിന്റെ നിഴലത്ത് പോലും പോകരുത് എന്ന് പറഞ്ഞാണ് ഒരു കൊല്ലം എന്നെ അയച്ചേക്കണേ. ഇനി 11ാം ക്ലാസ്സിൽ ഞാൻ വേണമെങ്കിൽ വരട്ടെ സാറിന് എന്തെങ്കിലും സഹായിക്കാന്ന്. അപ്പൊ അവന്റെ ഉള്ളിലുള്ള ഏത് കുട്ടിക്കും ഉള്ളിലൊരു പ്രകൃതി വൈഭവം അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സ്നേഹം അഗാധമായിട്ടുണ്ട്. അതിനെ തല്ലിക്കിടത്തുന്ന കുറേ ഇത്തരത്തിലുള്ള പേരൻസ് എന്ന് പറയാം നമുക്ക്. അധ്യാപകരായ പേരൻസ് ആണെന്നുള്ളതാണ്. ഇനി രണ്ടാമത് ഋതം, ഒരു താളം. ഋതുവിനെ ആഘോഷിക്കുക, ഋതുവിനെ ബഹുമാനിക്കുക. 0 കാർബൺ എന്ന് പറഞ്ഞ് AC 16 വെക്കുന്നതല്ല അതിനുള്ള പരിഹാരം. കാളിദാസൻ പറയുന്നു, ഗ്രീഷ്മം ചൂടുള്ളതാണ്, അത് അനുഭവിക്കൂ. സായാഹ്നത്തിൽ മുറ്റത്തിരിക്കൂ, മണ്ണ് വെള്ളമൊഴിച്ച് ആ സുഗന്ധം അല്ലെങ്കിൽ ആ സൗരഭ്യം, ആ ഒരു തണുപ്പ് ആസ്വദിക്കണം. ലൈഫ് സ്റ്റൈൽ മാറ്റാം. സ്വീഡനിലെ ലഘുവും ജപ്പാനിലെ സത്യോമയൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം കാളിദാസൻ 1500 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ ഒരു കവർ അല്ലെങ്കിൽ ഹെർമിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ കവർ, ആ ഒരു പ്രകൃതിയിലെ സുന്ദര സംഭവങ്ങൾ 1500 വർഷങ്ങൾക്ക് മുൻപ് കാളിദാസൻ പറഞ്ഞു വെച്ചതാണ്. നമ്മൾ ഇംഗ്ലീഷുകാർ പറഞ്ഞാൽ മാത്രമേ അതിനെ മനസ്സോണ്ട് എടുക്കുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് വാല്യൂസ് ഉണ്ട്. പക്ഷെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും. മലയാളത്തിൽ എന്താ വല്ല മനസ്സിലായോ? മലയാളം ടീച്ചർ വരെ മലയാളം MA LA YA LA എന്ന് എഴുതുന്ന കാലഘട്ടം. സ്കൂളിൽ എന്നും തമ്മിൽ ടീച്ചർമാരുണ്ട്. ടീച്ചർ നാണാവില്ലേ മറ്റൊരു ഭാഷയെ പോഷിപ്പിക്കാനായിട്ട്? നിങ്ങൾ നിങ്ങളുടെ മലയാളത്തിൽ തന്നെ എഴുതൂ. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെല്ലുമ്പോൾ മലയാളത്തിൽ സംസാരിക്കും. എന്നാലല്ലേ ഇത്തരത്തിലുള്ള ഭാഷ ഇത്തരത്തിലെല്ലാം നമുക്ക് പറയാൻ സാധിക്കുമെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. ഭാഷാ അധ്യാപകൻ ഭാഷയെ പ്രൊമോട്ട് ചെയ്യാനാണ് സ്കൂളിലേക്ക് വരുന്നത്, അല്ലാണ്ട് മറ്റൊരു ഭാഷയെ പ്രൊമോട്ട് ചെയ്യാനല്ല. അതെന്ന് മനസ്സിലാക്കുന്നു അന്ന് വീണ്ടും ചിന്തകൾ മാറും. മൂന്നാമത്തെ വരുന്നതാണ് പാർട്ട്ണർഷിപ്പ്. കൺവന്റെ ആശ്രമം മോഡൽ നമ്മളിപ്പോ പല സ്ഥലത്തും അതുപോലെയുള്ള ചെറിയ ചെറിയ റിസോർട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ഇതുപോലെയുള്ള ആശ്രമ മോഡലൊക്കെ ഇപ്പൊ ഉണ്ടാക്കുകയാണ് നമ്മൾ. ആശ്രമം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ലിവിങ്ങിന്റെ ഒരു കേദാരമാണ്. വീണ്ടും സസ്റ്റൈനബിൾ ലിവിംഗ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നുള്ള ഓർമ്മ വന്നു അല്ലെ. മഴവെള്ളം സംഭരിക്കുക, നമ്മൾ വലിയ വലിയ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂളുകളിലൊക്കെ അതിന് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നുണ്ട്. കൃഷി ജൈവമാക്കുക എന്നും പത്രത്തിൽ കേൾക്കാം. ആരാ ജൈവം ചെയ്യുന്നത്? നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഉടനെ ഇത്തിരി ഇംഗ്ലീഷ് വളം മേടിച്ച നമുക്ക് ഉപയോഗിക്കണം. മൃഗങ്ങൾ സുരക്ഷിതരായിരിക്കണം. ഇന്നത്തെ എക്കോ വില്ലേജ് അല്ലെങ്കിൽ പെർമനന്റ് അഗ്രികൾച്ചർ, അവനവന് വേണ്ടത് അവനവന്റെ ഉള്ള സ്ഥലത്ത്. ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല, ടെറസിന്റെ മുകളിൽ ഒരു ചട്ടി വെച്ച് ചെയ്യാമല്ലോ, അവനവന്റെ വീട്ടിലേക്ക് കിട്ടുന്നത്. നമുക്ക് എന്തിനാ അധികം കഴിക്കുന്നത്? ആവശ്യത്തിന് ആഹാരം കഴിച്ചാൽ പോലെ. ഈ ആവശ്യത്തിനല്ലാതെ കഴിക്കുമ്പോഴാണല്ലോ ഇത് രോഗമായി മാറുന്നത് എന്നത് കണ്വന്റെ അപ്ഡേറ്റഡ് വെർഷനാണ് എക്കോ വില്ലേജ് പെർമാകൾച്ചർ എന്നൊക്കെ പറഞ്ഞത്. നമ്മുടെ ഓരോ സ്കൂളുകളും വിദ്യാലയങ്ങളും അല്ലെങ്കിൽ ഓഫീസുകളും ആശ്രമമാകണം. അതാണ് കാളിദാസൻ പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിച്ചെടുക്കണം. ഇനി ഇതിന്റെ ഒരു എൻഡിങ്, സുഹൃത്തുക്കളെ, മേഘം ഇന്ന് ദൂതനാകണോ? വേണം, നമുക്ക് ദൂതനാകണം. മേഘം ദൂതനായാൽ മാത്രമേ നമുക്ക് ആ പഴയ ഒരു അവസ്ഥയിലേക്കും സുഖകരമായ ജീവിതത്തിലേക്കും നമ്മൾ മാത്രമല്ല നമ്മുടെ കുട്ടികളെയും കൊണ്ടെത്തിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ നമ്മൾ കാളിദാസനെ തിരിച്ചു കൊണ്ടുവരണം. ഒരു മോഡേൺ മേഘദൂത ചലഞ്ചാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്.
ഒരു മരം നടുക. ഈ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു അങ്ങനെ, പ്രധാനമന്ത്രിയുടെ ഏക് പേട് മാ കെ ലിയെ എല്ലാ കുട്ടികളോടും പറഞ്ഞു ഒരു മരം കൊണ്ടുവന്ന് വെക്കുക, നിങ്ങൾ അതിന് പേരിടുക, നിങ്ങളുടെ അമ്മയുടെ പേരിടും. അമ്മയാവുമ്പോ നമുക്ക് കുറെ അടുപ്പുണ്ടല്ലോ, അത് ആ ഒരു സ്നേഹം മറ്റാരോടും ഇല്ലെങ്കിൽ അമ്മോടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയെങ്കിലും കുട്ടി അതിനെ നട്ട് നനച്ച് വളർത്തട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു 2800 കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിൽ പോയി നിരന്തരം ഞാൻ സംസാരിച്ചിട്ട് 3 കുട്ടികളാണ് അമ്മയുടെ പേരിൽ ഒരു ചെടി കൊണ്ട് തന്നത്. ബാക്കി പിന്നെ ഞാൻ നിർബന്ധിച്ച് ഒരു ക്ലാസ് ടീച്ചർ, ക്ലാസ്സിലെ കുട്ടികൾ, ഡിപ്പാർട്ട്മെന്റ് വൈസ് അങ്ങനെ മാഡം, വൈസ് മാഡം, പിന്നെ ഓരോ ഈവൻ ഇടയ്ക്ക് ഏലൂർ ബിജു സാർ വന്നപ്പോ അതിനെ കൊണ്ടും ഇങ്ങനെയൊക്കെ നടിച്ചിട്ട് 147 മരത്തൈകൾ നട്ടുട്ടോ. നിങ്ങൾ കേട്ടാ കരഞ്ഞു. ഞാൻ ഈ അവിടെ ഒരു പുതിയ ഓഫീസ് പണിയുണ്ട്, അതിന്റെ മുമ്പിലുള്ള ടൈല് മാറ്റാൻ വേണ്ടിട്ട് ഞാൻ നോക്കുമ്പോ ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് ചെല്ലുമ്പോ ആ ടൈലെല്ലാം കൂടി ഒരു 14 മരത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടേക്കാം. ഇത്ര പോലും അവർക്ക് ഒരു മനസാന്നിധ്യം ഉണ്ടായിരുന്നില്ല അത് ചെയ്യുമ്പോ. അറ്റ്ലീസ്റ്റ് അവിടെ കൊണ്ടിടും. അത് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ വട്ടത്തിലോട്ടത്തിലോട്ട് സാധനം വെച്ചിട്ടുണ്ട്, ഇവിടെ ഉണ്ട്, പുല്ലതിന്റെ മുകളിൽ വളരെയാണ്, എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ സ്ഥലങ്ങളും മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഒറ്റമാർക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ഒന്നും ചവറൊന്നും കൊണ്ടിട്ടരുത്. ഇത്രയും മരങ്ങൾ 147 ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഓരോ ക്ലാസ് ടീച്ചർ ക്ലാസിന്റെ പേരിലും മാഡം, വൈസ് മാഡം എല്ലാവരുടെയും പേരിൽ നട്ടതാണ്. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ ദിവസവും ചെന്ന് നോക്കൂ, അത് എന്റെ മരം, പേരിടൂ അതിന്, എന്നിട്ട് അതിനെ സംരക്ഷിക്കൂ. ഏക് പേട് മാ കെ ലിയെ വളരെ നല്ലൊരു കാര്യമായിരുന്നു. 3 കിട്ടിയത്. ഇനി എന്റെ മാവ് ഞാൻ നട്ടു വളർത്തും. ഒരു മരത്തിന് പേഴ്സൺഹുഡ്, ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് കൊടുക്കൂ. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുറ്റിപ്പുറം പാലം എന്ന് പറഞ്ഞ കവിതയുടെ അവസാനം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. കളിയും ചിരിയും കരച്ചിലുമായി കഴിയുന്ന മർത്യനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമോ ഒരഴുക്കുചാല എന്നാണ്. എനിക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ കടവന്ത്രയിലെ തോടാണ് ഓർമ്മ വരുന്നത്. കളിയും ചിരിയും കരച്ചിലുമായി കഴിഞ്ഞിരുന്ന മർത്യൻ എന്ന യന്ത്രമാകുന്നു. അന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ആകുലയാമോയ, അതിന് ആകുലപ്പെടാനേ സാധിക്കുള്ളൂ. എന്നെ ഒന്ന് നന്നാക്കി തരൂ, എന്നെ ഇങ്ങനെ നശിപ്പിക്കരുത്. അഴുക്ക് ചാലായി മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ഈ 1954 കുറ്റിപ്പുറം പാലം നിർമ്മിക്കപ്പെട്ടപ്പോൾ എഴുതിയ ഈ വരികൾ പ്രകൃതിയിലുള്ള മനുഷ്യന്റെ സഹജമായ ബന്ധുത്വത്തെയും കുട്ടിക്കാലത്തിന്റെ നിഷ്കളതയും നഷ്ടമാക്കുന്നു എന്ന് കവി ചൂണ്ടിക്കാണിക്കുന്നു. ഇനി പറഞ്ഞിട്ടുണ്ട്, മണ്ണറിഞ്ഞ് വാഴണം, വിണ്ണകലെ വാഴണം, പെണ്ണരികെ വാഴണം. മണ്ണിനെ അറിഞ്ഞ് നമ്മൾ ജീവിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. മണ്ണിൽ പണിയെടുക്കണവനാണോ മോനെ നിനക്ക് ഒരു അസുഖം ഉണ്ടാവില്ല. ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അപ്പാപ്പനും അമ്മാമ്മയും കൂടെ ഇങ്ങനെ നടന്നു പോകും. അപ്പാപ്പ കുറെ ഫ്രണ്ടിൽ, അമ്മമ്മ കുറെ ബാക്കിൽ. ഞാൻ വെറുതെ നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാ പോണേ, നിങ്ങൾ ആക്കി തരുമെന്ന് വെച്ചു. വളരെ നന്നായി പോനെ, നടക്കാനൊന്നും വയ്യ, പള്ളി പോവാ രാവിലെ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ കയറു പറഞ്ഞു. അപ്പൊ ഇതേ ആ പോണത് എന്റെ ഭർത്താവാണ്, അങ്ങോരെയും കയറ്റുന്നു, 2 പേരെയും കയറ്റി. എന്താ ജോലി? അധ്യാപകനാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഇത്ര രാവിലെ പോണേന്താന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ കുറച്ച് പക്ഷികളും കോഴികളും ഒക്കെ ഉണ്ട്, അതുങ്ങളെയൊക്കെ രാവിലെ ഭക്ഷണം കൊടുത്തിട്ടാണ് സ്കൂളിൽ പോയെന്നാണ്. അപ്പൊ അവരോട് മണ്ണിൽ പണിയെടുക്കണവനാണോ മോനെ, എന്നാൽ ജീവിതത്തിൽ മോന് ഒരു അസുഖവും വരില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ആ അമ്മയുടെ വാക്ക് എന്ന് ഞാൻ എൻ്റെ മകന്റെ ഭാര്യയുടെ പ്രസവം എടുക്കാൻ പോയിട്ട് അവിടെ കൂട്ടു നിന്നു. അന്ന് എനിക്ക് രോഗങ്ങൾ തുടങ്ങി. ഞാൻ നല്ലോണം ഓടി നടന്ന് പണിയെടുത്തിരുന്ന ഒരാളാണ് മോനെ എൻ്റെ പറമ്പിൽ. ഇന്ന് എനിക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. ആ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ കെട്ടപ്പെട്ടു. അന്ന് എനിക്ക് രോഗങ്ങൾ തുടങ്ങി. പണ്ട് ഓടിപ്പോയിരുന്ന പള്ളിയിലേക്ക് ഇപ്പൊ എനിക്ക് നടന്നു പോകാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചു എന്ന് പറഞ്ഞ് വിഷമിച്ച ഒരു അമ്മാമ്മയെ ഞാൻ അന്ന് കണ്ടു എന്നുള്ളതാണ്. ഇടശ്ശേരിയുടെ പള്ളിക്കുടത്തിലേക്ക് വീണ്ടും എന്ന് പറഞ്ഞ കവിതയിൽ എങ്ങനെ പറയുന്നുണ്ട്, പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ടു വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പോഴേ പോയി കഴിഞ്ഞു നാനാ മനോരമ്യ ഭാഷ. ഇടശ്ശേരി പറയണ ഈ വരികള് ഇടശ്ശേരി ഗോവിന്ദൻ നായർ പള്ളിക്കുടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിലാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. യാന്ത്രികമായ വിദ്യാഭ്യാസത്തെ പ്രകൃതിയുമായുള്ള കുട്ടികളുടെ ബന്ധം ഇല്ലാതാക്കുന്നു. കവികൾ ക്രാന്തദർശികളാണ്. യാന്ത്രികമായ വിദ്യാഭ്യാസം പ്രകൃതിയുമായുള്ള കുട്ടികളുടെ ബന്ധം തന്നെ ഇല്ലാണ്ടാക്കി കളയാണ്. പുസ്തകം അറിവിനേക്കാൾ പ്രകൃതിയുടെ ഭാഷയാണ് പ്രാധാന്യം എന്ന് കവി ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ റൈറ്റപ്സ് ഒക്കെ നമുക്ക് അറിയാമെങ്കിലും എന്തുകൊണ്ടോ എവിടെയോ പാകപ്പിഴകളൊന്നും.
पोती पटी जगमुआ पंडित भयानक होई 2.5 अक्षर प्रेम के पटयसो पंडित होई पोती മകന്റെ മകൻ പഠിച്ചു ഗവൺമെന്റ് CBSE സ്കൂളിലൊക്കെ പഠിച്ച് ഭയങ്കര മാർക്ക് കിട്ടി പട്ടി ജഗമുआ ഈ ലോകം തന്നെ കീഴടക്കി എന്നിട്ട് പണ്ഡിത ഭയാനക് പോയി പണ്ഡിതനെ അവന് പഠിപ്പിച്ചവനൊന്നും അവന് പേടിയില്ലാണ്ടായി 2.5 അക്ഷരം 2.5 അക്ഷരം പഠിച്ചിട്ടുള്ളൂ ഈ പറഞ്ഞ പോലെ പ്രേമ കെ പട്ടയസോ പണ്ഡിത് പോയി വിചാരം മുഴുവൻ പണ്ഡിതനായി എന്നുള്ളതാണ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല 2.5 അക്ഷരം പഠിച്ചിട്ടുള്ളൂ അറിവില്ല അറിവ് എന്ന് പറഞ്ഞൊരു മഹാസാഗരം നമുക്ക് അത് ജീവിതത്തിലൂടെ അതായത് 25% നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലൂടെ മാത്രമേ 75 മാർക്കേ കിട്ടുള്ളൂ അത് അച്ഛനമ്മമാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും പിന്നെ കൂട്ടുകാരിൽ നിന്നും സഭാദം ബ്രഹ്മചാരിഭ്യ പിന്നെ ബാക്കി വാദോ അത് നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മള് പ്രകൃതിയിലേക്ക് ഇറങ്ങി നോക്കണം പ്രകൃതിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള സംഭവം ഓരോരുത്തരിലേക്ക് നമ്മൾ കണ്ടെത്തിക്കണം ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആധിക്യത്തിൽ നിന്ന് നമ്മളെ തന്നെ വിമുക്തരാക്കാൻ നമ്മൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അത് അവിടെ നിന്നും നമ്മൾ എന്ന് മുറ്റത്തേക്ക് കാലെടുത്ത് വെക്കുന്നുവോ അന്ന് നമുക്ക് രക്ഷ കിട്ടും ഒരു ഋതു ഡയറി നമ്മളാണെങ്കിലും ഒന്ന് എഴുതി വെക്കാൻ നമ്മളൊന്ന് ചിന്തിക്കണം ഈ വർഷം വസന്തം വന്നപ്പോൾ എന്ത് സംഭവിച്ചു കുയിൽ കൂവിയോ മാവ് പൂത്തോ നമ്മളുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക ഋതുസംഹാരം 2026 നിങ്ങൾ ഇങ്ങനെ എഴുതൂ ഓരോന്നും നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം നാമം ചെല്ലു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി അടുക്കളയിൽ പണിയെടുക്കുകയും അപ്പുറത്ത് പോയി ഓഫീസ് ജോലി ചെയ്യുകയും ചെയ്തിട്ട് കുട്ടികളോട് നാമം ചെല്ലാൻ പറഞ്ഞാൽ അവരെ നാമം ചെല്ലും നമ്മൾ കൂട്ടത്തിലിരുന്ന് നാമം ചെല്ലുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുക അതേപോലെയാണ് പ്രകൃതിയിലേക്ക് ഇറങ്ങി നമ്മൾ ചെന്ന് അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അവർ അതിലേക്ക് വരിക അപ്പോൾ തലമുറയെ നശിപ്പിക്കുന്ന ഒരു പങ്ക് ആ ഒരു ഇതുകൂടി നമ്മുടെ തലയിലേക്ക് വന്നുപെട്ടിരിക്കുകയാണ് AQI നോക്കി ജീവിക്കുക ഡാറ്റയൊക്കെ നോക്കാം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഫോണിൽ AQI പൊക്കണമൊക്കെ നല്ലതാ കവി പറഞ്ഞിട്ടുണ്ട് സൗകര്യങ്ങൾ അസൗകര്യങ്ങളാണെന്ന് ഒരു നേരത്തെ ഫാനില്ലാണ്ടായി നോക്കും അപ്പൊ അറിയാം നമുക്ക് ആ ഒരു വിഷമം സൗകര്യങ്ങൾ അസൗകര്യങ്ങളാണ് നോക്കൂ 200-ന് മുകളിലാണെങ്കിൽ ഇന്ന് മേഘം ദൂതനല്ല എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ട് എന്ന് വിശദീകരിച്ചു കൊടുക്കണം എന്തുകൊണ്ടാണ് അത്തരത്തിലാകുന്നത് വെറുതെ പറഞ്ഞു കൊടുത്താൽ മാത്രമല്ല അപ്പൊ അവിടെ കഥ ആവശ്യമാണ് ഡാറ്റയല്ല ഡാറ്റയിലൂടെ നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കും കഥകൾ കേൾക്കാൻ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളും ഉണ്ടാവില്ല കഥ പറയും നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾ പറഞ്ഞേക്കാം നോക്കൂ അവരുടെ ആ സർഗവാസനകളെ മുഴുവൻ അടിച്ചൊടിച്ച് നമ്മൾ എവിടേക്കൊക്കെയോ എത്തിച്ചു കൊടുക്കണം നമ്മൾ ഇത് ചെയ്യുമ്പോൾ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത് അതിലേക്ക് വന്നോളും കുട്ടികളിലേക്ക് അത് വന്നു ചേരും എന്നുള്ളതാണ് കാളിദാസൻ മരിച്ചിട്ടില്ല അദ്ദേഹം ഓരോ തുള്ളി മഴയിലും ഓരോ മാവിൻ പൂവിലും ഓരോ അച്ഛന്റെ കണ്ണീരിലും നമുക്ക് കാണാൻ സാധിക്കും കാളിദാസനെ മേഘം വീണ്ടും ദൂതനാകും നമ്മൾ പ്രകൃതിയെ ക്യാരക്ടറാക്കിയാൽ അത് നമ്മളുടെ ഒപ്പം തന്നെയുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തിരിച്ചു കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അഭിജ്ഞാന ശാകുന്തളം വായിച്ച ടീച്ചറോട് ചോദിക്കും ഈ മാൻ എന്നുള്ളത് ഗൂഗിളിൽ കിട്ടുന്ന ഒരു വസ്തുവാണോ ആ ഒരു ചോദ്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ച് നമ്മൾ നാണം കെടണോ എന്ന് നമ്മൾ ചിന്തിക്കണം ആ ചോദ്യം കേൾക്കാതിരിക്കാൻ ഇന്ന് നമ്മൾ തുടങ്ങണം എന്നാൽ മാത്രമേ നാളത്തേക്ക് വെച്ചാൽ പോലും സാധിക്കില്ല അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എവിടെ എത്തി നിൽക്കുന്നു എവിടെ എത്തണം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ആ കവികളുടെ ക്രാന്തദർശിത്വം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സംഗതികളുണ്ട് ഓരോ കവികളെയും എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആയുർവേദത്തില് ദിനചര്യ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് അഷ്ടാംഗ ഹൃദയത്തിൽ അതിൽ പറഞ്ഞു തരുന്നുണ്ട് ശിവൻ പാർവതി മക്കളോട് ഉറങ്ങണ സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന കഥാരൂപത്തിലാണ് അത് വർണ്ണിച്ചിരിക്കുന്നത് ഒരാള് രാവിലെ എണീറ്റാൽ ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേ എന്ന് പറയണത് തുടങ്ങണം അത് കൊണ്ടെത്തിക്കുന്നത് നമ്മൾ ഓരോ സമയത്തും എന്തൊക്കെ ചെയ്യണം ശൗചം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ എത്തരത്തിലുള്ള ആഹാരം കഴിക്കണം 3 തരത്തിലുള്ള സ്വഭാവമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് പിത്തം കഫം വാതം ഇതിനെ എങ്ങനെ നമുക്ക് ഈക്വലൈസ് ചെയ്ത് നിർത്താം അത് കംപ്ലീറ്റ് ഈക്വലൈസ് ആയി പോയി കഴിഞ്ഞാൽ പ്രളയം വരും കേട്ടോ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ഹൈക്കായിട്ട് എപ്പോഴും നിൽക്കും അതിനെ ആ ഹൈക്കിൽ പോകുന്നതിനെ നമ്മളൊന്ന് പിടിച്ചു നിർത്തുക അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ തരത്തിലും സുഖവും സന്തോഷവും ഉണ്ടാവും
പ്രകൃതിയിലേക്ക് മടങ്ങാതെ നമുക്കൊരു സുഖം കിട്ടില്ല എന്നുള്ളത് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് മാത്രമേ നമുക്ക് ഒരു ജീവിതം സന്തോഷകരമായി വീണ്ടും പഴയ ഗോ ബാക്ക് ടു ദി നൊമാഡിക് നേച്ചർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് കാട്ടിൽ പോയി ജീവിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്ന സൗകര്യങ്ങളൊക്കെ ആവശ്യങ്ങൾ തന്നെയാണ്, ഡെവലപ്മെന്റ്സ് ഒക്കെ വേണം. പക്ഷെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഡെവലപ്മെന്റ് ഒരിക്കലും ശാശ്വതമല്ല. ഒരിക്കലും നമുക്കത് ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തി തരില്ല എന്ന് മനസ്സിലാക്കണം. അത്തരത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ.